വെച്ചാൽ വിശദീകരിക്കാൻ ഇവിടെ സമയമില്ല. എല്ലാം ഉണ്ട് ഇപ്പൊ പറഞ്ഞത്. പവിത്രമായ കഥകളെണ്ണി പറഞ്ഞിടുകിൽ മുടിയ പറഞ്ഞ തുണഞ്ഞിട കുൾവാടിൽ മടന പൊന്നും തടിയാം സുവർഗത്തോപ്പിൽ വരുന്ന വയ്യാം നമസ്കാരങ്ങൾ കഴിപ്പാൻ സുഹൃതവാക്കും പഠിപ്പാൻ. മദീന പള്ളിയിലെ സദാസമയം നടന്നുകൊണ്ടിരിക്കുന്ന ദർസിനെ പറ്റിയാണ് പറഞ്ഞത്. ഇരുന്ന സ്ഥലം കനിന്റെ മടിമൻ സൽമാൻ അബൂ ഹുറൈറ അവരെ കൽബിൽ നിനന്തേ. ഈ വരി കിട്ടിയാ കരഞ്ഞു. ഈ വരി കിട്ടിയെന്ന് ഞാൻ കരഞ്ഞു. എന്താണ് പറഞ്ഞതെന്നോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ സൽമാനെ പഠിക്കാൻ വേണ്ടി ഇരിക്കുന്നത് ഓർമ്മ വന്നോ? അതാണ് പറഞ്ഞത്. ആരാ സൽമാൻ? പേർഷ്യന്ന് വന്ന റസൂലുള്ളാഹി പഠിക്കാൻ വേണ്ടി വന്ന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൽമാൻ വസ്ത്രമല്ല, വസ്ത്രമൊക്കെ പിന്നിപ്പെട്ടൊരു പഴകിയ ഒരു കരിമ്പടഞ്ഞ് കുത്തിച്ചു. എന്നിട്ട് മദീന പള്ളിയുടെ ആ ഒരു ചൂടിലും ആ പൂഴിമണലിന്റെ ചൂടിലും ഇങ്ങനെ ഇരുന്നിട്ട് വിയർത്ത് കുളിച്ച് റസൂലുള്ളാഹിന്റെ പഠിക്കുക മഹാനായ സൽമാൻ ഫാരിസി. അതാണ് രംഗം പറയുന്നത്. ആ നേരത്തേക്ക് മുളർ കബീലക്കാരുടെ നേതാവ് കയറി വന്നു. എന്ന മനുഷ്യൻ കയറി വന്നു. ആ മനുഷ്യൻ അവിടെ ഇരുന്നതേ ഇല്ല. ഹബീബായ റസൂലുള്ളാഹിന്റെ മുന്നിൽ സൽമാനെ പോലെ ദരിദ്രനായി ഇരിക്കുന്നത്, ഒരു ദരിദ്രൻ ഇരിക്കുന്നത് കണ്ടപ്പോൾ ആ ധനാഢ്യനായ മനുഷ്യൻ അവിടെ നിന്നു. എന്നിട്ട് പുണ്യ നബിയോട് പറഞ്ഞു, മുഹമ്മദേ എപ്പോൾ വന്നാലും നിങ്ങളെ മുന്നിൽ ഈ ജാതി പാപങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഞങ്ങളെപ്പോലത്തെ ധനാഢ്യന്മാർക്ക് നിങ്ങളെ ഈ മുന്നിൽ ഇരിക്കാൻ വേദിയില്ല. ഇവരെ കൂട്ടത്തിൽ വാസനിച്ചിട്ടിരിക്കാൻ ഞങ്ങൾക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് അയാൾ ഇറങ്ങിപ്പോയി. റസൂലുള്ളാഹിക്ക് തന്നെ ചിന്തിച്ചു പോയി, അയാളെ ഒന്ന് വിളിക്കാമായിരുന്നല്ലോ, സൽമാൻ ഇപ്പോൾ വേണ്ടില്ലായിരുന്നല്ലോ. സൽമാനും തോണ്ടിപ്പോയി, പഠിച്ചവനെ ഞാൻ ദരിദ്രനായതുകൊണ്ട് ഒരു മനുഷ്യൻ മുസ്ലിമാകാതെ മടങ്ങിയല്ലോ. സൽമാന് കരഞ്ഞിട്ട് പള്ളിയുടെ മൂലയിലേക്ക് മാറി പൊട്ടിക്കരയാൻ തുടങ്ങി. മലക്ക് ജിബ്രായീൽ അവിടേക്ക് വന്നു. ആ സുഫത്തിലേക്ക് ജിബ്രീൽ വന്ന് കൊടുത്തായത്താണ് പൊന്നുമോനെ, വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശീ യുരീദൂന വജ്ഹഹു വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തിദ് ദുനിയാ. പോന്നവർ പോയിക്കോട്ടെ നബിയെ, ഇവിടെ ഇനി പാവപ്പെട്ടവരുണ്ടാൽ മതി. അതാണ് പറഞ്ഞത്. ആ ഉയൈന പിന്നെ മുസ്ലിമായി ഹുനൈൻ യുദ്ധത്തിൽ റളിയല്ലാഹു അൻഹു. അതാണ് പറഞ്ഞത്. അതാണ് അത് വിവരമുള്ള മനുഷ്യന്മാരാണ്. അവരാണ് ഈ പാട്ട് എഴുതിയത്.